വെറും സർജറിയോ അല്ലെ? ഇപ്പൊ ഈ അടുത്തായിട്ട് നമ്മൾ കണ്ടൊരു ഇൻസിഡന്റ്, അപ്പൊ അതിനെ പറ്റി എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? അത് നമ്മൾ ഭയങ്കര ആക്സിഡൻസ് ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും എയർവേ രക്ഷിക്കുക എന്നാണ് പറയുക. എയർവേ രക്ഷിക്കാൻ നമ്മൾ എന്താ ചെയ്യുക, ഒന്നുകിൽ മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുക്കും, അതല്ലെങ്കിൽ നമ്മൾ ട്യൂബ് ഇട്ടിട്ട് എൻഡോട്രിക്കൽ ട്യൂബ് ഇട്ടിട്ട് ഓക്സിജൻ കൊടുക്കും. ഇതൊന്നും പറ്റാത്ത ചില സിറ്റുവേഷൻ ഉണ്ടാവും. മുഖത്ത് ഭയങ്കര പരിക്കുണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ കഴുത്തിൽ ഇഞ്ചുറി, ബേൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്രിക്കോയിഡക്ടമി എന്ന് പറഞ്ഞ എമർജൻസി ആയിട്ട് ഈ വിൻഡ് പൈപ്പിൽ ഒരു തുള ഇട്ടിട്ട്, ഈവൻ നമ്മളൊരു പെന്നോണ്ടോ പെന്നോണ്ട് വരെ, നിങ്ങൾ മെർസൽ മൂവിയിൽ കണ്ടിട്ടുണ്ടോ, പെന്ന് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുന്നു. അതുമാതിരി ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ഒരു ട്യൂബ് ഇട്ട് അതിലൂടെ ഓക്സിജൻ കൊടുത്തിട്ട് ജീവൻ നിലനിർത്താൻ ശ്രമിക്കും. ഇതൊരിക്കലും ഒരാളെ ഫുള്ളായിട്ട് രക്ഷിക്കാനുള്ള ഒരു സർജറി അല്ല, ആ എമർജൻസിയിൽ ഓക്സിജൻ കൊടുക്കാനുള്ളതാണ്. ബാക്കി നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇയാളെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും എന്നുള്ള സിറ്റുവേഷനിലാണ് നമ്മളിത് നോക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഫുഡിൽ കുടുങ്ങി, നമുക്ക് ഒരു തരത്തിൽ ഇപ്പോൾ ഹെംലിക് മാനുവലിൽ നോക്കി വയറമർത്തി ഇത് പുറത്തെടുക്കാൻ നോക്കി പറ്റുന്നില്ല, അങ്ങനത്തെ സിറ്റുവേഷനിലും നമുക്ക് ഇങ്ങനെ എമർജൻസി ക്രിക്കോയിഡ്. ആക്ച്വലി ഇന്ത്യൻ്റെ ഒരു പഴയ ആർമി ചീഫ് ഇങ്ങനെ മരിച്ചു പോയിട്ടുണ്ട്, അവർക്ക് ചെയ്യാൻ പറ്റാതെ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എമർജൻസിയിൽ ഈ ഫുഡിനെ പുറത്ത് കളയാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ഒരു ക്രിക്കോട്ടമി ചെയ്തിട്ട് ട്യൂബ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്.